നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊച്ചുവേളിയിൽ നിന്ന് മംഗളൂരുവിലേക്ക് നാളെ സ്പെഷ്യൽ വന്ദേ ഭാരത് റിസർവേഷൻ ആരംഭിച്ചു. കൊച്ചുവേളിയിൽ നിന്ന് മംഗളൂരുവിലേക്ക് നാളെ വന്ദേ ഭാരത് പ്രത്യേക സർവീസ് നടത്തും. രാവിലെ 10:45 കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി 10 മംഗളൂരു സെൻട്രലിലെത്തും. യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്താണ് സർവീസെന്ന് റെയിൽവേ അറിയിച്ചു. 8 കോച്ചുകളാണുള്ളത്. കൊല്ലം, കോട്ടയം, എറണാകുളം ടൗൺ, തൃശൂർ, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. റിസർവേഷൻ ആരംഭിച്ചതായും റെയിൽവേ അറിയിച്ചു. വിവാഹത്തലേന്ന് നവവരന്റെ സഹോദരൻ ബൈക്ക് അപകടത്തിൽ മരിച്ചു. സാമ്പാളൂർ പുതുശ്ശേരി വീട്ടിൽ ഡെൽബിൻ ബാബുവാണ് മരിച്ചത്. 31 വയസ്സായിരുന്നു. സംഭവത്തിൽ സഹയാത്രികൻ പുതുശ്ശേരി വീട്ടിൽ അഭയവർഗീസിന് പരിക്കേറ്റു. മാള വടമയിൽ വെച്ചാണ് അപകടമുണ്ടായത്. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ നിയന്ത്രണം തെറ്റിയ ബൈക്ക് മതിലിടിച്ച് യാത്രക്കാർ തെറിച്ചു വീഴുകയായിരുന്നു. നാട്ടുകാർ ഉടനെ ഇവരെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡെൽബിൻ ബാബുവിനെ രക്ഷിക്കാനായില്ല. കാഫിർ പ്രയോഗ ഉപജ്ഞാതാവ് ഒരു CPM ജില്ലാ സെക്രട്ടറിയുടെ മകൻ ചെറിയാൻ ഫിലിപ്പ്. കാഫിർ പ്രയോഗ വ്യാജ നിർമ്മിതിയുടെ ഉപജ്ഞാതാവ് ഒരു CPM ജില്ലാ സെക്രട്ടറിയുടെ മകനാണെന്നും വിവിധതരം മാഫിയകൾ CPMനെ കീഴടക്കിയിരിക്കുകയാണെന്നും ചെറിയാൻ ഫിലിപ്പ്. കേരളത്തിൽ മാഫിയകൾ തഴച്ചു വളരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരുടെയും പോലീസിന്റെയും സഹായത്തോടെയാണെന്നും അദ്ദേഹം ആരോപിച്ചു. വിവിധ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ മുഴങ്ങുന്നത് മാഫിയകൾ തമ്മിലുള്ള മത്സരത്തിന്റെ പോർവിളികളാണ്. പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളിൽ പലതും കൊട്ടേഷൻ സംഘങ്ങളാണ്. നേതാക്കളുടെ മക്കളും DYFI, SFI നേതാക്കളുമാണ് മാഫിയ തലവന്മാർ. TP കേസ് പ്രതികളുടെ ശിക്ഷ ഇളവ്. പട്ടിക ചോർന്ന സംഭവത്തിൽ പോലീസുകാരെ ചോദ്യം ചെയ്തു. TP കേസ് പ്രതികളുടെ ശിക്ഷ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രതികളുടെ പട്ടിക ചോർന്ന സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടിക്ക് നീക്കം. ഇതുമായി ബന്ധപ്പെട്ട് പാനൂർ, ചൊക്ലി പോലീസ് സ്റ്റേഷനുകളിലെ 2 ഉദ്യോഗസ്ഥരെ കൂത്തുപറമ്പ് ACP ചോദ്യം ചെയ്തു. സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രവീൺ, ഷാജു എന്നിവരെയാണ് ചോദ്യം ചെയ്തത്. ഇവരിൽ നിന്നാണ് പട്ടിക ചോർന്നതെന്ന് പ്രാഥമിക നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ACPയുടെ നേതൃത്വത്തിൽ ഇവരെ ചോദ്യം ചെയ്തത്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് KK രമയുടെ മൊഴിയെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയതിന് പിന്നാലെയാണ് CPOമാരുടെ മൊഴിയെടുത്തത്. സംഭവത്തിൽ കൊളവല്ലൂർ ASI ശ്രീജിത്തിനെയാണ് സ്ഥലം മാറ്റിയത്. കൊളവല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വയനാട്ടിലേക്കാണ് സ്ഥലം മാറ്റിയത്. പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കത്തിൽ സർക്കാർ പ്രതിരോധത്തിലായിരുന്നു. ലഹരി തടയാൻ പുതിയ നീക്കം. കുട്ടികൾ മരുന്ന് വാങ്ങുമ്പോൾ ഡോക്ടറുടെ കുറിപ്പടി നിർബന്ധം. ലഹരിക്കായി കുട്ടികൾ മരുന്ന് ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ പുതിയ നീക്കം. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മെഡിക്കൽ ഷോപ്പുകളിലും ഫാർമസികളിലും അകത്തും പുറത്തും CCTV ക്യാമറകൾ സ്ഥാപിക്കും. 1 മാസത്തിനകം ക്യാമറകൾ വെക്കണമെന്ന് മലപ്പുറം കളക്ടർ ഉത്തരവിറക്കി. മറ്റു ജില്ലകളിലും സമാന രീതി പിന്തുടരും. ഡോക്ടറുടെ കുറിപ്പടിയോടെ മാത്രം വിൽക്കേണ്ട ഷെഡ്യൂൾ X, HH1 എന്നീ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ വിൽക്കുന്ന എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും ഫാർമസികളിലും ക്യാമറകൾ വെക്കാനാണ് നിർദ്ദേശം. ക്യാമറകൾ സ്ഥാപിച്ചത് ജില്ലാ ഡ്രഗ്സ് കൺട്രോൾ അതോറിറ്റി പരിശോധിക്കണം. ക്യാമറ ദൃശ്യം ജില്ലാ ഡ്രഗ്സ് കൺട്രോൾ അതോറിറ്റി, ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നിവർക്ക് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാം.